എല്ലാവർക്കും സ്നേഹവന്ദനം. ബജറംഗ് പ്രവർത്തകർ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഞെട്ടിയോ? ഞാൻ ഞെട്ടിയൊന്നുമില്ല. വാർത്ത വായിച്ചോ? നിങ്ങൾ അറിഞ്ഞു കാണും, കേട്ട് കാണും. ബജറംഗ് പ്രവർത്തകർ ഛത്തീസ്ഗഡിലെ നിരന്തരമായ ക്രൈസ്തവരെയൊക്കെയും ആക്രമിക്കുകയും സഭകളെ പൂട്ടുകയും ചെയ്യുകയും ഒഡീഷയിലും മറ്റിതര സംസ്ഥാനങ്ങളിലൊക്കെയും ബജറംഗ് പ്രവർത്തകർ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, അവരുടെ ബജറംഗ് പ്രവർത്തകർ കേരളത്തിലും അതിൻ്റെ വേര് പടർത്താൻ വേണ്ടി ആരംഭിക്കുന്നുണ്ടെന്നാണ്. എനിക്ക് ഞെട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പാസ്റ്റർമാരൊക്കെ ഇനി ഭയപ്പെടണം, കന്യാസ്ത്രീമാരൊക്കെ പേടിക്കണം, പിന്നെ ബിഷപ്പുമാരൊക്കെ ഇവിടെ നിന്ന് കേരളം വിട്ട് ഓടിപ്പോകണം, പിന്നെ ക്രൈസ്തവ സഭകളെല്ലാം അടച്ചുപൂട്ടണം. കാര്യം അവിടെ അജണ്ട എങ്ങനെയാണ്, കേരളത്തിൽ വന്ന് ബജറംഗ് പ്രവർത്തനം ആരംഭിച്ച് സഭകളെയൊക്കെ പൂട്ടുക, മതപരിവർത്തനം കേരളത്തിൽ അവസാനിപ്പിക്കുക, സഭവിശ്വാസികളെ ഭയപ്പെടുത്തുക, അച്ഛന്മാരെ ഉപദ്രവിക്കുക, പാസ്റ്റർമാരെ മർദ്ദിക്കുക, കന്യാസ്ത്രീകളെ മർദ്ദിക്കുക, പിന്നെ ക്രൈസ്തവ പെന്തക്കോസ്ത് വിശ്വാസികളെ തിരഞ്ഞുപിടിച്ച് അവരെ ഭയപ്പെടുത്തുക എന്നുള്ള പരിപാടിയുമായിട്ടാണ് കേരളത്തിൽ ബജറംഗ് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. എല്ലാവരും പിന്നെ ജാഗ്രതയോടെ ഇരിക്കണം. കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സഭയൊക്കെ പൂട്ടിക്കളയും. പെന്തക്കോസ്ത് ആരാധന കേരളത്തിൽ നടക്കത്തില്ല. പിന്നെ ക്രൈസ്തവ ന്യൂനപക്ഷമെല്ലാം ഇവിടെ ഓടിപ്പോകേണ്ടി വരും. അതുപോലെ ഇവർ ദണ്ടും വാളും കമ്പിയും പരിചയമൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ മറ്റൊരു സ്ത്രീ ഉണ്ടല്ലോ, അവരാണ് ഇതിൻ്റെ നയിക്കുന്നത് കേരളത്തിലേക്ക്. ട്രെയിൻ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ക്രൈസ്തവരെല്ലാം പേടിച്ചോടിക്കോണം, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാര്യം ബജറംഗ് പ്രവർത്തകരാണ്. കാര്യം ഛത്തീസ്ഗഡിൽ അവർ അങ്ങനെ ചെയ്തു, ബീഹാറിലും പിന്നെ ഒഡീഷയിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അവർ ജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ കേരളത്തിൽ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി എന്തോ സംഭവമൊക്കെ ചെയ്യാമെന്നുള്ള ധാരണയോടുകൂടെയാണ് അവർ വരുന്നതൊക്കെ സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്ന് പിന്നെ പാസ്റ്റർമാരെ ഉപദ്രവിക്കാനുള്ള അജണ്ടയുടെയൊക്കെ വരുന്നെങ്കിൽ മക്കളുമാർക്ക് തെറ്റി. പറഞ്ഞയക്കുന്ന അണ്ണന്മാരോട് പറഞ്ഞയക്കണം, നടക്കില്ല. ഛത്തീസ്ഗഡിലൊക്കെ നടത്തിയതുപോലെ കേരളത്തിലൊക്കെ നടക്കാൻ വലിയ പാടാണെന്ന് പറഞ്ഞ് വിടുന്ന അണ്ണന്മാരോട് പറഞ്ഞിട്ടാണ് വരാൻ. കാര്യം ഇവിടെ നിങ്ങളുടെ വേരൊന്നും അങ്ങനെ വലുതായിട്ട് പോകാൻ പോകുന്നില്ല. ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളും ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവസഭയും പിന്നെ എന്താ പറയുക, പിന്നെ ഞാനങ്ങോട്ട് പറയുന്നില്ല, അങ്ങനെ ചില ആൾക്കാരൊക്കെ കേരളത്തിനകത്ത് ഉണ്ടെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിട്ട് വേണം ബജറംഗ് പ്രവർത്തകർ വരാൻ. പിന്നെ ചോദിക്കണം, നിങ്ങളുടെ കൂടെ കൂട്ടുകാരന്മാർ സിംഗിടി RSSകാരും BJP പ്രവർത്തകരും പിന്നെയൊക്കെ ഇവിടെ ഉണ്ടല്ലോ കേരളത്തിലേക്ക്, അവരൊക്കെ വിളിച്ച് ചോദിക്കണം, എങ്ങനെയാണ് കേരളം നമ്മളെ വേരൂടെ ഓടുമോ, നമ്മൾ വളം വിട്ടാൽ വളരാൻ പറ്റുമോ, പിന്നെ നമ്മൾ നട്ടാൽ അത് വിശാലമാകുമോ, വിഘടിക്കുമോ, കൊമ്പുണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് കേരളത്തിലേക്ക് ട്രെയിൻ കയറാൻ. മനസ്സിലായില്ലേ? കാര്യം കേരളം ആ തലത്തിലാണ് പോകുന്നത്. നിങ്ങൾ അവിടേക്ക് പിന്നെ നിങ്ങളുടെ പാവപ്പെട്ട കുറേ വിശ്വാസികളും സഹോദരന്മാർ പാസ്റ്റർമാരൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ അവിടേക്ക് ഇങ്ങനെ തടി പിടിച്ചിങ്ങനെ രക്ഷപ്പെടുന്നല്ലാതെ വേറെ അതിനകത്ത് വലിയ പ്രാധാന്യമൊന്നുമില്ല, മനസ്സിലൊന്നുമില്ല, അതൊന്നുമില്ല. അതുകൊണ്ടൊന്നും ആ തടിയും മിടുക്കും കൊണ്ട് സമ്പത്തും മഹിമയും കൊണ്ടൊന്നും ഇങ്ങോട്ട് കയറാൻ നിൽക്കേണ്ട. ഇവിടെ ആരെയും പേടിക്കൊന്നുമില്ല. ഇവിടെ പരസ്യവും ചെയ്യുന്നുണ്ട്, പരസ്യവും ചെയ്യും. പിന്നെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കും. വീടുകൾ തോറും സുവിശേഷം പറയുന്നുണ്ട്, സുവിശേഷം പറയും. ലഘുലേഖ കൊടുക്കുന്നുണ്ട്, ലഘുലേഖ കൊടുക്കും. ബൈബിൾ കൊടുക്കുന്നുണ്ട്, ബൈബിളും കൊടുക്കും. വ്യക്തിപരമായിട്ടും അല്ലാതെ സുവിശേഷം പ്രസംഗിക്കും, സുവിശേഷം പറയും. അത് ബജറംഗ് പ്രവർത്തകർ പറയുന്നില്ലെന്നുമല്ല, അത് യേശുക്രിസ്തു പറഞ്ഞതാണ്. അത് നമ്മൾ അനുസരിക്കുകയും ചെയ്യും. അത് ഭയമില്ലാതെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി 15-ാം തീയതി നമ്മൾ സുവിശേഷം എന്താ പറയുക പ്രഘോഷിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനം ഒന്നടങ്കം. അതിന് പ്രവർത്തകർ ആരെങ്കിലും വന്നിന് തടയാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഡേറ്റിനെ പറയാം. വരുന്ന ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ ക്രൈസ്തവ സഭകൾ പെന്തക്കോസ്തുകാർ പിന്നെ മിക്ക സംസ്ഥാനം ഒന്നടങ്കം ഞാനും പോകുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിനെ ഉയർത്തുവാനും ലഘുലേഖ കൊടുക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും മിഷന്മാരും ഒക്കെയും യേശുവും ഈ രാജ്യത്തും സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെയും പറയുകയും ഒക്കെ പോകുന്നുണ്ട്. ഓഗസ്റ്റ് 15-ാം തീയതി ബജറംഗ് പ്രവർത്തകർ കേട്ടാണ്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ചടയമംഗലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ വന്നുകൊണ്ടാം. പിന്നെ ഇവിടെ കേരളത്തിൽ എല്ലായിടത്തും മിക്ക ജില്ലകളിലും ഉണ്ട്. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലുമൊക്കെ പദ്ധതി ഉണ്ടെങ്കിൽ ഇപ്പോൾ തയ്യാറായിക്കൊള്ളുക. നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് തയ്യാറായിക്കൊള്ളുക. പിന്നെ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് കേട്ടു, ഞാൻ വായിച്ചായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. മാന്യമായിട്ട് പറഞ്ഞിരിക്കാം. ഛത്തീസ്ഗഡിൽ അപ്പം നിങ്ങൾ പാവപ്പെട്ട സഹോദരിമാരെയും പാസ്റ്റർമാരച്ചന്മാരെയും കന്യാസ്ത്രീമാരെയൊക്കെ ഉപദ്രവിച്ച് കാണും. പരിപാടിയുമായി കേരളത്തിൽ മക്കളുമാരും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇനി വേണമെങ്കിൽ ടെസ്റ്റിന് വേണ്ടി വന്ന് നോക്കൂ,
അപ്പോൾ അറിയാം. ഏതെങ്കിലുമൊക്കെ പാസുമാരെയൊക്കെ തല്ലിയും പിന്നെ ഉപദ്രവിച്ച് നോക്കൂ. തല്ലിയവരൊക്കെ ഇവിടെ ഇഴയാണ്. പാസുമാർ തല്ലിയവരും സഭകളൊക്കെ ഉപദ്രവിച്ചവരൊക്കെ ഇവിടെ കേരളത്തിൽ ഇഴയാണ്. ദൈവത്തിൻ്റെ ശിക്ഷയാണ്. അതുകൊണ്ട് ഓർത്ത നല്ലത്. പാസുമാർ കേട്ടല്ലോ, പാസുമാരും ബിഷപ്പ് അച്ഛന്മാരും കന്യാസ്ത്രീമാരൊക്കെ കേട്ടല്ലോ. ബജരംഗ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. ഭയത്തോടെ കാത്തിരിക്കണം. അതവിടെ വച്ചിടുവാൻ നല്ലതാണ്. ആരും പേടിയൊന്നുമില്ല. പ്രവർത്തനമൊന്നും നമ്മൾ പ്രവർത്തിക്കും, സുവിശേഷീകരിക്കും. ഓക്കെ. പിന്നെ മാനസാന്തരപ്പെടാൻ വേണമെങ്കിൽ കാലുകുത്തിക്കും കേട്ടോ.